ശ്രീരാമ കഥാമൃതം ഭാഗം 6. അവളെ പേടിച്ചാലും നേർവഴി നടപ്പീല എന്ന വരികളിലൂടെയാണ് എഴുത്തച്ഛൻ താടകയെ അവതരിപ്പിക്കുന്നത്. ശ്രീരാമ അവതാരത്തിൻ്റെ ലക്ഷ്യം രാവണനുൾപ്പെടെ ലോകോപദ്രവകാരികളായ രാക്ഷസരെ വധിക്കുക എന്നതാണ്. 1000 ആനകളുടെ ശക്തിയും അനേകം മായാവിദ്യകളും ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്താൽ താടകയ്ക്ക് ലഭിച്ചിരുന്നു. താടക യക്ഷനായ സുകേതുവിൻ്റെ മകളാണ്. സുന്ദനായിരുന്നു ഭർത്താവ്. അഗസ്ത്യ മഹർഷിയുടെ ആശ്രമം സുന്ദൻ ഒരിക്കൽ ആക്രമിച്ചു. കോപാകുലനായ മഹർഷിയുടെ ശാപമേറ്റ് സുന്ദൻ ഭസ്മമായി. പ്രതികാരദാഹിയായ താടകയും മക്കളായ മാരീചനും സുബ്രാഹുവും അഗസ്ത്യനെ ആക്രമിക്കാനായി ചെന്നു. അഗസ്ത്യൻ അവരെ ശപിച്ച് രാക്ഷസരാക്കി. അവർ ആദ്യം രാക്ഷസ വംശപിതാവായ സുമാലിയോടൊന്നിച്ച് പാതാളത്തിലും പിന്നീട് രാക്ഷസ രാജാവായ രാവണൻ്റെ കൂടെ ലങ്കയിലും താമസിച്ചു. തന്ത്രശാലിയായ രാവണൻ താടകയെയും മക്കളെയും അയോധ്യയ്ക്കടുത്തുള്ള കുരൂഷം എന്ന ഘോരവനത്തിൽ താമസിപ്പിച്ചു. അവരുടെ ആക്രമണം ഭയന്ന് ആർക്കും ആ വനത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റാതായി. മനുഷ്യരോ വനദേവതകളോ ദേവന്മാരോ പോലും ആ വനത്തിൽ എത്തിനോക്കാൻ പോലും ഭയപ്പെട്ടിരുന്നു. ആ സമയത്താണ് വിശ്വാമിത്ര മഹർഷിയോടൊപ്പം രാമലക്ഷ്മണന്മാർ അതുവഴി വന്നത്. രാമൻ്റെ ഞാണൊലിയിൽ ലോകം വിറയ്ക്കുകയും ക്രൂദ്ധയായ താടക രാമൻ്റെ നേർക്ക് പാഞ്ഞെടുക്കുകയും ചെയ്തു. രാമബാണമേറ്റ് താടക വധിക്കപ്പെട്ടു. മല ചിറകറ്റ് വീണതുപോലെയാണ് ഘോരരൂപിണിയായ താടക നിലം പതിച്ചത്. സ്വർണ്ണ രത്നാഭരണ ഭൂഷിത ഗായത്രിയായി ശ്രീരാമൻ്റെ മുന്നിൽ താടക വീണു. രാമബാണത്താൽ ശാപമുക്തി നേടിയ താടക രാമനെ സ്തുതിച്ച ശേഷം ഗന്ധർവലോകത്തേക്ക് യാത്രയായി. ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.